നമസ്കാരം. മലയാളം 104.6 FM-ലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. ജൂൺ 30 ഞായറാഴ്ച മുതൽ ജൂലൈ 6 ശനിയാഴ്ച വരെ അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രക്കാരുടെ ഫലങ്ങൾ. അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യത്തെ പാദം മേടക്കൂർ മുതൽ പൂരോരുട്ടാതിയുടെ ഒടുവിലത്തെ പാദം ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ. അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യത്തെ പാദം എന്ന മേടക്കൂർ ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ ഏറ്റെടുത്ത ദൗത്യം തൃപ്തികരമായിട്ടുള്ള രീതിയിൽ പൂർത്തീകരിക്കുന്നത് വഴി പുതിയ തൊഴിലവസരത്തിന് അപേക്ഷകൾ നൽകുവാനും, വ്യാപാര വിപണന വിതരണ മേഖല നടത്തുന്നവരാണെങ്കിൽ തൃപ്തികരമായിട്ടുള്ള മറ്റൊരു പദ്ധതികൾക്ക് രൂപകൽപ്പന ചെയ്യുവാനും അവസരം ഉണ്ടാകും. കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം സംജാതമാകും. ശമ്പള വർധനവ് മുൻകാല പ്രാബല്യത്തോടുകൂടി ലഭിക്കുവാനിടവരും. കാർഷികമായുള്ള മേഖലകളിൽ നിന്നും അനുകൂലമായ വിളവെടുപ്പ് വന്നു ചേരുവാനിടയുണ്ട്. വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും ശാസ്ത്രജ്ഞർക്കും അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരും. കാർത്തികയുടെ ഒടുവിലത്തെ 3 പാദം, രോഹിണി, മകയിരത്തിൻ്റെ ആദ്യത്തെ 2 പാദം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ വരവും ചെലവും തുല്യമായിരിക്കുവാനിടയുണ്ട്. മാതാപിതാക്കളുടെ നിർബന്ധത്താൽ ഓണക്കാലത്തിനോടനുബന്ധമായി ജന്മനാട്ടിലേക്ക് യാത്രയ്ക്ക് ഏർപ്പാടുകളൊക്കെ ചെയ്യാനിടവരും. വ്യവസ്ഥകൾ പാലിച്ചുകൊണ്ട് ചെയ്യുന്ന കർമ്മമണ്ഡലങ്ങളിൽ ഏറെക്കുറെ തൃപ്തികരമായിട്ടുള്ള വിജയം കൈവരിക്കുവാനിടവരും. സുപ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ അതിൻ്റെ അർത്ഥമൂല്യങ്ങളോടുകൂടി അവലംബിക്കുന്നത് വഴി സൽകീർത്തിയും സജ്ജനപ്രീതിയും ഉണ്ടാകുവാനിടയുണ്ട്. ആത്മീയ പ്രഭാഷണങ്ങൾ മനസ്സമാധാനത്തിന് വഴിയൊരുക്കും. ഉദ്ദേശിച്ച വിഷയത്തിൽ ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കുവാനിടയുണ്ട്. വാഹനം മാറ്റി വാങ്ങുവാൻ തീരുമാനിക്കും. മകയിരത്തിൻ്റെ അവസാനത്തെ 2 പാദം, തിരുവാതിര, പുണർദത്തിൻ്റെ ആദ്യത്തെ 3 പാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ തൊഴിൽ മേഖലകളിൽ ധാരാളം തടസ്സങ്ങളുണ്ടാകുവാനും അഹോരാത്രം പ്രവർത്തിക്കുന്നത് വഴി അതിനെ തരണം ചെയ്യുവാനുള്ള ഒരവസരമുണ്ടായിത്തീരും. കലാകായിക മേഖലകൾക്ക് പരിശീലനത്തിന് തുടക്കം കുറിക്കുവാൻ സാധ്യതയുണ്ട്. ജീവിത പങ്കാളിക്ക് തൻ്റെ പദവിയേക്കാൾ ഉയർന്ന പദവിയോടുകൂടിയതായ ഉദ്യോഗം ലഭിക്കുന്നത് വഴി ആശ്വാസവും സമാധാനവും ഉണ്ടാകും. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാനും ഉന്നതരെ പരിചയപ്പെടുവാനും സാധ്യതയുണ്ട്. തൊഴിൽ മേഖലകളോട് ബന്ധപ്പെട്ട് പരിശീലനം ലഭിച്ചതിനാൽ കുറ്റങ്ങളും കുറവുകളും പരിഹരിച്ച് ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കാൻ സാധിക്കും. സാമ്പത്തികമായ നേട്ടം കുറവുള്ള കരാർ ജോലികളിൽ നിന്നും യുക്തിപൂർവ്വം പിന്മാറുകയായിരിക്കും നന്നാവുക. ഔചിത്യമുള്ള സമീപന ശൈലി സർവാദരങ്ങൾക്കും വഴിയൊരുക്കും. ഗുരുകാരണവന്മാരുടെ അനുഗ്രഹാശിസ്സുകളോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അനുകൂലമായുള്ള വിജയം കൈവരിക്കുവാനും സാധ്യതയുണ്ട്. പുണർദത്തിൻ്റെ അവസാനത്തെ പാദം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ നിലവിലുള്ള വ്യാപാരത്തിന് പുറമെ മറ്റ് വ്യാപാരങ്ങൾ തുടങ്ങുന്നതിനെപ്പറ്റി പുനരാലോചിക്കും. ഭരണ സംവിധാനത്തിൽ ആധുനിക സംവിധാനം അവലംബിക്കുന്നത് വഴി ക്രിയാത്മകമായി പ്രവർത്തിക്കാൻ അവസരം വന്നു ചേരും. ജീവിത നിലവാരം വർദ്ധിച്ചു വരുന്നതിനാൽ ഭൂമി വാങ്ങി വാസ്തുശാസ്ത്രപ്രകാരം ഗൃഹം നിർമ്മിക്കുവാൻ തീരുമാനിക്കും. പഠിച്ച വിഷയത്തിനോടനുബന്ധമായി ഉപരിപഠനത്തിന് ചേരുവാൻ തൃപ്തിയായിട്ടുള്ള വിദ്യാലയത്തിൽ പ്രവേശനം ലഭിക്കുന്നത് വഴി ആശ്വാസത്തിനും സമാധാനത്തിനും യോഗമുണ്ട്. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് സജീവമായി സഹകരിക്കുവാൻ സാധ്യതയുണ്ട്. വിജ്ഞാനപ്രദമായിട്ടുള്ള വിഷയങ്ങൾ ആർജിക്കുവാനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനും ഉള്ള അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് ഏത് പ്രകാരത്തിലും നന്നായിരിക്കും. അർപ്പണ മനോഭാവത്തോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ അനുകൂലമായ വിജയം കൈവരിക്കുവാനും യോഗമുണ്ട്. മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യത്തെ പാദം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ ഔദ്യോഗിക തലത്തിൽ ഉത്തരവാദിത്വങ്ങൾ വർദ്ധിക്കും. ജോലിയോടൊപ്പം ഹ്രസ്വകാല പാഠ്യപദ്ധതികൾക്ക് ചേരുവാൻ സാധ്യതയുണ്ട്. പിതൃതുല്യനായ ബന്ധുവിൻ്റെ അകാല വിയോഗത്താൽ മനോവിഷമം അനുഭവപ്പെടും. ആഗ്രഹസാഫല്യത്താൽ ആത്മനിർവൃതിക്ക് യോഗം കാണുന്നു. കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം സംജാതമാകും. പ്രലോഭനങ്ങൾ പലതും വന്നു ചേരുവാനിടവരുമെങ്കിൽ പോലും യുക്തിപൂർവ്വം ചിന്തിച്ച് പ്രവർത്തിക്കേണ്ടതാണ്. ഉടമസ്ഥരുടെ പ്രത്യേക പരിഗണനയിൽ ദീർഘകാല പദ്ധതികൾക്ക് രൂപകൽപ്പന ചെയ്യുവാനും തുടക്കം കുറിക്കുവാനും സാധ്യതയുണ്ട്. എല്ലാ കാര്യങ്ങളിലും ക്ഷമയും ആത്മസംയമനവും പാലിക്കുവാൻ
സ്വയമേവ പരിശീലിക്കുവാൻ സാധ്യതയുണ്ട്. ഉത്രത്തിൻ്റെ ഒടുവിലത്തെ 3 പാദം, അത്തം ചിത്രയുടെ ആദ്യത്തെ 2 പാദം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് വ്യാപാര വിപണന വിതരണ മേഖലകളിൽ ക്രമാനുഗതമായ പുരോഗതിക്ക് യോഗം കാണുന്നു. നിലവിലുള്ള പാഠ്യപദ്ധതി ഉപേക്ഷിച്ച് തൊഴിലധിഷ്ഠിതമായിട്ടുള്ള പാഠ്യപദ്ധതിക്ക് ചേരുവാൻ അവസരം വന്നു ചേരുന്നത് സ്വീകരിക്കുക തന്നെ ആയിരിക്കും നന്നാവുക. വിദേശത്ത് വസിക്കുന്ന പുത്രപൗത്രാദികൾ ഓണക്കാലത്തിനോടനുബന്ധമായി വന്നു ചേരുന്നുണ്ട് എന്നറിഞ്ഞതിനാൽ ഗൃഹത്തിൻ്റെ അറ്റകുറ്റപ്പണികൾ തുടങ്ങി വയ്ക്കാൻ അവസരം വന്നു ചേരും. ആസൂത്രിത പദ്ധതികളിൽ അനുകൂലമായ വിജയം കൈവരിക്കുവാൻ യോഗമുണ്ട്. ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കാൻ തക്കവണ്ണം ഉദ്യോഗമാറ്റമുണ്ടാകും. ഗഹനമായ വിഷയങ്ങൾ ലളിതമായി അവതരിപ്പിക്കുന്നത് വഴി സൽകീർത്തിയും ജനപ്രീതിയും വന്നു ചേരും. കല, സാഹിത്യം, കായികം എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ധാരാളം അവസരങ്ങൾ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. മേലധികാരികളുടെ ചുമതലകൾ കൃത്യമായി നിർവഹിക്കുന്നത് വഴി ആത്മവിശ്വാസം വർദ്ധിക്കുവാൻ സാധ്യതയുണ്ട്. ആരോഗ്യ സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് ദുശ്ശീലങ്ങൾ ഉപേക്ഷിച്ച് പ്രകൃതി ജീവൻ ഔഷധ രീതി അവലംബിക്കാൻ തീരുമാനിക്കും. സുഹൃത്തുക്കളോടൊപ്പം 1 മാസത്തിൻ്റെ ഉള്ളിൽ പുണ്യതീർത്ഥ യാത്രയ്ക്ക് ഏർപ്പാടുകളൊക്കെ ചെയ്യുവാൻ സാധ്യതയുണ്ട്. ഉത്സാഹവും കാര്യനിർവഹണ ശക്തിയും പ്രവർത്തനശേഷിയും അവലംബിക്കുന്നത് വഴി സൽകീർത്തിയും ജനപ്രീതിയും വന്നു ചേരുവാനും യോഗമുണ്ട്. ചിത്രയുടെ ഒടുവിലത്തെ 2 പാദം, ചോതി വിശാഖത്തിൻ്റെ ആദ്യത്തെ 3 പാദം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ ഉദ്യോഗം നഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ട് എന്ന സൂചനകൾ ലഭിച്ചതിനാൽ മറ്റു ഉദ്യോഗങ്ങൾക്ക് അപേക്ഷകൾ നൽകുവാൻ അവസരം വന്നു ചേരും. ഉപരിപഠനത്തിന് ഉദ്ദേശിച്ച വിഷയത്തിൽ പ്രവേശനം ലഭിക്കും. നിരവധി കാര്യങ്ങൾ ഏറ്റെടുക്കുന്നതിനാൽ ചിലതൊക്കെ വിട്ടുപോകുവാൻ സാധ്യത കാണുന്നുണ്ട്. ജോലിസ്ഥലത്ത് പലർക്കും പകർച്ചവ്യാധി ഉള്ളതിനാൽ ഗൃഹത്തിൽ ഇരുന്നു കൊണ്ട് ജോലി ചെയ്യുവാൻ തീരുമാനിക്കും. കുടുംബത്തിൽ ആഹ്ലാദാന്തരീക്ഷം സംജാതമാകും. വ്യാപാര വിപണന വിതരണ മേഖലകളോട് ബന്ധപ്പെട്ട ചർച്ചകളും യാത്രകളും ധാരാളം വേണ്ടിവരുമെങ്കിൽ പോലും ഉദ്ദേശിച്ച പോലെ ഒരു ഫലപ്രാപ്തി നേടുവാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ഉപേക്ഷിച്ച് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവമായി പ്രവർത്തിക്കുന്നത് വഴി മാതാപിതാക്കളിൽ നിന്നും അനുമോദനങ്ങൾ വന്നു ചേരുവാനിടയുണ്ട്. അദൃശ്യമായ ഈശ്വര സാന്നിധ്യത്താൽ ആശ്ചര്യമനുഭവപ്പെടും. വസ്തുതർക്കം പരിഹരിക്കുവാനായിട്ട് വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിക്കാൻ സാധ്യതയുണ്ട്. വിശാഖത്തിൻ്റെ അവസാനത്തെ പാദം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ തൊഴിൽ മേഖലയിൽ കഴിഞ്ഞ 1-2 മാസമായിട്ട് ക്രമാനുഗതമായിട്ടുള്ള പുരോഗതി ഉണ്ടാകുന്നത് വഴി കൂടുതൽ പണം മുതൽ മുടക്കി വിപുലീകരിക്കുവാനുള്ള സാധ്യതകളെപ്പറ്റി വിലയിരുത്തുവാനും തൃപ്തികരമായിട്ടുള്ള നിർദ്ദേശങ്ങൾ സ്വീകരിക്കുവാനും സാധ്യതയുണ്ട്. മക്കളുടെ സംരക്ഷണം മനസ്സമാധാനത്തിന് വഴിയൊരുക്കും. ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റം ലഭിക്കും. അധികാരപരിധി വർദ്ധിക്കുന്നതിനാൽ കീഴ് ജീവനക്കാരെ നിയമിക്കാനുള്ള സാധ്യത പോലും കാണുന്നു. ഉദ്ദേശിച്ച വിഷയത്തിൽ, ഉദ്ദേശിച്ച വിദ്യാലയത്തിൽ ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കും. ഉത്തരവാദിത്വങ്ങൾ അതിൻ്റെ മൂല്യത്തോടുകൂടി അനുവർത്തിക്കുന്നത് വഴി സൽകീർത്തിയും ജനപ്രീതിയും വന്നു ചേരുവാനിടയുണ്ട്. മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യത്തെ പാദം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ വർഷങ്ങൾക്ക് മുമ്പ് വാങ്ങിയ ഭൂമിക്ക് ഏറെക്കുറെ തൃപ്തികരമായിട്ടുള്ള വിലയ്ക്ക് ആവശ്യക്കാർ വന്നു ചേരുവാനിടവരും. സഹപാഠികളോടൊപ്പം ഉപരിപഠനത്തിന് ഉദ്ദേശിച്ച വിഷയത്തിൽ പ്രവേശനം ലഭിക്കുവാൻ സാധ്യതയുണ്ട്. ഏറ്റെടുത്ത ദൗത്യം പൂർത്തീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ ഒരാഴ്ചയിൽ അഹോരാത്രം പ്രവർത്തിക്കേണ്ടതായ സാധ്യത കാണുന്നു. ഫലപ്രദമായിട്ടുള്ള നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ അനുകൂലമായുള്ള വിജയം കൈവരിക്കാൻ യോഗമുണ്ട്. നിലവിലുള്ള പാഠ്യപദ്ധതി ഉപേക്ഷിച്ച് ഭാവിയിലേക്ക് തൊഴിൽ സാധ്യതകളുള്ള പാഠ്യപദ്ധതിക്ക് ചേരുവാൻ അവസരം വന്നു ചേരും. സാഹചര്യങ്ങൾക്കനുസരിച്ച് സംയുക്ത സംരംഭങ്ങളിൽ നിന്നും പിന്മാറി സ്വന്തമായ കർമ്മമണ്ഡലങ്ങൾക്ക് രൂപകൽപ്പന ചെയ്യുവാൻ സാധ്യതയുണ്ട്. അനുഭവജ്ഞാനമുള്ള മേഖലകളാണെങ്കിലും അഹോരാത്രം പ്രവർത്തിച്ചാൽ മാത്രമേ ലക്ഷ്യപ്രാപ്തി നിർവഹിക്കാൻ സാധിക്കുകയുള്ളൂ. ഉത്രാടത്തിൻ്റെ ഒടുവിലത്തെ 3 പാദം, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യത്തെ 2 പാദം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും ശാസ്ത്രജ്ഞർക്കും അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരും. ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റം ലഭിക്കും. തൊഴിൽ മേഖലകളിൽ
ധാരാളം അവസരങ്ങൾ വന്നു ചേരും. വ്യാപാര വിപണന വിതരണ മേഖലകളോട് ബന്ധപ്പെട്ട് ക്രമാനുഗതമായിട്ടുള്ള പുരോഗതിക്ക് യോഗം കാണുന്നുണ്ട്. അവധി ലഭിച്ചതിനാൽ ഓണക്കാലത്തിനോടനുബന്ധമായി ജന്മനാട്ടിലേക്ക് യാത്രയ്ക്ക് ഏർപ്പാടുകളൊക്കെ ചെയ്യാൻ സാധ്യതയുണ്ട്. ശുഭാപ്തി വിശ്വാസത്തോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ അനുകൂലമായ വിജയം കൈവരിക്കാനും യോഗമുണ്ട്. ആരോഗ്യ സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് യോഗ, പ്രാണായാമം എന്നിവ ജീവിതചര്യയിൽ ഉൾപ്പെടുത്തുവാൻ പരിശീലനത്തിന് തുടക്കം കുറിക്കുവാൻ സാധ്യതയുണ്ട്. അവിട്ടത്തിൻ്റെ അവസാനത്തെ 2 പാദം, ചതയം, പൂരോരുട്ടാതിയുടെ ആദ്യത്തെ 3 പാദം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ 2025, 2026 വർഷങ്ങളിൽ പൂർത്തീകരിക്കുന്ന പദ്ധതികൾക്ക് രൂപകൽപ്പന ചെയ്യുവാനും വേറെ ചിലർക്ക് അതിൽ ഒപ്പുവയ്ക്കുവാനും ഏറ്റെടുക്കുവാനും സാധ്യതയുണ്ട്. മേലധികാരികളുടെ പ്രതിനിധിയായി പ്രവർത്തിക്കുന്നത് വഴി ആത്മവിശ്വാസം വർദ്ധിക്കും. തൊഴിൽ മേഖലകളിൽ പുതിയ പ്രവർത്തന ശൈലി അവലംബിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ ആശ്വാസവും സമാധാനവും ഉണ്ടാകും. നിർണായകമായുള്ള തീരുമാനങ്ങൾക്ക് വിദഗ്ധമായുള്ള നിർദ്ദേശം സ്വീകരിക്കുവാനും അവലംബിക്കുവാനും സാധ്യതയുണ്ട്. പ്രായാധിക്യമുള്ളവരുടെ വാക്കുകൾ അതിൻ്റെ മൂല്യത്തോടുകൂടി അനുവർത്തിക്കുന്നത് വഴി ആശ്വാസവും സമാധാനവും ഉണ്ടാകും. പൂരോരുട്ടാതിയുടെ ഒടുവിലത്തെ പാദം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം സംജാതമാകും. ചുമതലകൾ വർദ്ധിക്കുന്ന വിഭാഗത്തിലേക്ക് ഉദ്യോഗമാറ്റം ഉണ്ടാകുന്നതിനാൽ മാസത്തിലൊരിക്കൽ ഗൃഹത്തിൽ വന്നു പോകുവാൻ തക്കവണ്ണം ദൂരദേശവാസം വേണ്ടിവരും. വസ്തുനിഷ്ഠമായി പഠിച്ച് ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അനുകൂലമായ വിജയം കൈവരിക്കാനിടവരും. മക്കളുടെ സംരക്ഷണം മനസ്സമാധാനത്തിന് വഴിയൊരുക്കും. കാർഷികമായുള്ള മേഖലയിൽ നിന്നും അനുകൂലമായുള്ള വിളവെടുപ്പ് വന്നു ചേരുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. പണം കടം കൊടുക്കുന്നതും ജാമ്യം നിൽക്കുന്നതും സ്വന്തം ഉത്തരവാദിത്വം കൊണ്ട് മറ്റൊരാളെ ഏൽപ്പിക്കുന്നതും അബദ്ധമായി തീരുവാനിടയുണ്ട്. സങ്കല്പങ്ങൾ യാഥാർത്ഥ്യമാകുന്നത് വഴി ആശ്വാസവും സമാധാനവും ഉണ്ടാകും. മേലധികാരി ചെയ്തു വച്ചതായ അബദ്ധങ്ങൾ തിരുത്തുന്നതിൻ്റെ ഭാഗമായിട്ട് അഹോരാത്രം പ്രവർത്തിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാനും സാധ്യതയുണ്ട്. ഇതാണ് ഈ ആഴ്ചയിലെ അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രക്കാരുടെ ഫലങ്ങൾ. നമസ്കാരം.